ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പീനെ കൊണ്ട് ഒരു ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് പോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വിനീഗറിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുറത്തുനിന്ന് കൈ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ആദ്യം ക്ലിക്കാവുമോ നോക്കട്ടെ. ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഈ കുപ്പീൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. ആ മൂടി നിൽക്കുന്ന ആ ഭാഗമല്ലേ, അവിടുന്ന് കുറച്ച് മേലെ ആയിട്ടുള്ള ആ ഭാഗം, ആ വളവ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എൻഡിങ്ങാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ബാക്ക് സൈഡും വേണം കട്ട് ചെയ്യാൻ. ഞാൻ അതേപോലെ കത്തി നല്ലോണം ചൂടാക്കിയിട്ടാണ് ചെയ്യണത്. കട്ട് ചെയ്യാൻ പറ്റിയ മെഷീനൊന്നും എൻ്റെ കയ്യിലല്ലായിരുന്നു, മെഷീനും ബ്ലേഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതേപോലെ ആക്കിയിട്ടാണ് ചെയ്യണത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡും ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടാവില്ല, അടിഭാഗം, അവിടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. നടുവത്തെ പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഏറ്റവും താഴെയുള്ള ഭാഗം മേലുള്ള ഭാഗമാണ് വേണ്ടത്. അതും ഈസിലി കട്ട് ചെയ്തെടുത്തു. പക്ഷെ അത് കറക്റ്റ് എന്താണ് പറയുക, ഇതായിട്ട് വന്നിട്ടില്ല. കറക്റ്റായിട്ട് വരണം, അപ്പോഴത് ഇതാവുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ വിചാരിച്ച് സക്സസ് ആവും, നല്ല രസമായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോഴും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയ കുഴപ്പം കൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ എനിക്കിത് അത്ര ഒരു ഇതായി തോന്നിയില്ല കേട്ടോ. പിന്നെ നല്ല ഉറപ്പുള്ള, നല്ല അടിഭാഗം ഉറപ്പുള്ള കട്ടിയുള്ളൊരു കുപ്പിയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നോക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നമ്മൾ 7up കുപ്പിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഗഡ്സിൽ നിൽക്കും കേട്ടോ. വിനീഗറിൻ്റെ കുപ്പി, കട്ടിയില്ലാത്ത കുപ്പിയിലെ. ഇനി ആ ബാക്ക് സൈഡ് അവിടെ നമ്മൾ ഓട്ടാക്കി കൊടുക്കണം. ഞാൻ കുറേ മെനക്കെട്ടു കത്തി വെച്ചിട്ട് പറ്റി അവിടെ കട്ടിയുടെ സംഭവം. കുറേ സമയം കുത്തി നോക്കി ചൂടാക്കിയിട്ട്, പക്ഷെ റെഡി ആവണില്ല. അതങ്ങനെ നിൽക്കണം. അങ്ങനെ മൂടി ഊരിയിട്ട് അങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ കൂടെ മൂടിയിട്ട് കൊടുക്കണം വേണ്ടത്. ലാസ്റ്റ് കത്തി പിന്നെയും ചൂടാക്കിയിട്ടും എവിടെനോ രക്ഷ പറ്റുന്നേ ഇല്ല. എന്നിട്ട് പിന്നെ ഞാനിത് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലാതെ പപ്പട പോലെ ചൂടാക്കി കുത്തി നോക്കി. അപ്പോൾ കുറേ സെറ്റായിട്ടോ. കാരണം റൗണ്ടിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്താവുന്നില്ല. ചൂടാക്കി ഇങ്ങനെ നീക്കിയിട്ട് പപ്പടക്കോല് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയെടുത്തു. പക്ഷെ കാണാൻ പെർഫെക്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈ മൂടി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ മൂടി ഊരിയിട്ട് അതാ തിരിച്ച് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് അടിഭാഗത്ത് ആ മൂടിയിട്ട് കൊടുക്കണം നമ്മൾ വേണ്ടത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയുള്ള കുപ്പിയായിരുന്നെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആവുമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പെർഫെക്ഷൻ കുറവാണ് സംഭവത്തിന്. എന്നാലും ഞാൻ ഇതാക്കിയില്ല. ചെറിയൊരു മണി പ്ലാന്റൊക്കെ വെക്കാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചകിരിച്ചോറൊക്കെ നിറച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് വെക്കുകയാണ് കേട്ടോ. ചകിരിച്ചോറ നിറച്ചിട്ടുള്ള മണ്ണാക്കിയിട്ടില്ല. ചകിരിച്ചോറ അത് എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ബേസിൻ്റെ അവിടെ, സിങ്കിൻ്റെ അവിടെ വെച്ച് നോക്കുകയാണ്. ഈ ഒരു ചെടി ഇട്ടത് വേര് വന്നാൽ നമുക്ക് വേറെ പിടിപ്പിക്കാനുള്ള നിലക്കൊക്കെ അങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ്. പക്ഷെ അത് അത്രക്കൊരു വിശ്വാസം എനിക്കില്ല. കാരണം അതിൻ്റെ അടിഭാഗം ഒരു ഉറപ്പ് കുറവാണ്, ഭയങ്കര തിന്നായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്. എന്നാലും കുഴപ്പമില്ല. അപ്പം ഇന്ന് തന്നെ ഞാൻ എന്താണ് വേറെ ഈ ലക്കി ബാമ്പു രണ്ട് ഇതും കൂടെ കൊമ്പും കൂടെ പ്ലാന്റും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ ചെടി അയച്ചെന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു ചില്ലും കുപ്പീൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ആ കുപ്പിയിൽ ഇതേപോലെ വെള്ളം നിറച്ച് ആ വാഷ് ബേസിൻ്റെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി 2 കുപ്പിയിൽ എനിക്കുണ്ട്. നമുക്ക് ഈ ലക്കി ബാമ്പു നല്ല വൃത്തിയായിട്ട് അകത്തിട്ടാൽ നല്ല വൃത്തിയിലുണ്ടാവും ഇത്, നല്ല വേരൊക്കെ ആയിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.